ഹേബ കമ്മിറ്റി റിപ്പോർട്ടും സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള വെളിപ്പെടുത്തലുമെല്ലാം വലിയ വിവാദമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ചെറുതെങ്കിലും നിരവധി സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള സോണിയ മൽഹാറാണ്. സോണിയയുടെ ഒരു ചലച്ചിത്രാനുഭവം, ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിരവധി. ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തുടക്കം തന്നെ നമ്മള് എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ കുറ്റബോധം ഇല്ലാതെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. പലതും തുറന്ന് പറയേണ്ട അവസരങ്ങളിൽ അത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രമുഖ സംവിധായകൻ, അതായത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ പടമാണ്. ഇപ്പോൾ WCC മെമ്പറായിട്ടുള്ള ഒരു ലേഡി അഭിനയിച്ചുകൊണ്ടിരുന്ന വലിയൊരു പടമാണ്. ആ പടത്തിൽ എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം, അത് എനിക്ക് എന്റെ അടുത്തല്ല, എന്റെ കൂടെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 18, 19 ആ ഏജിലുള്ള കുറച്ച് കുട്ടികളായിരുന്നു. അപ്പൊ ഈ കുട്ടികളെ സംവിധായകൻ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതും, അപ്പൊ ആ കുട്ടികൾ എന്നോട് അത് തുറന്നു പറയുകയും ഞാൻ ആ കുട്ടികളോട് ഒരിക്കലും കാരണം നിങ്ങൾ ചെറിയ മക്കളാണ്, ഒരിക്കലും ആ രീതിയിലേക്ക് പോകരുത്. ഇതിപ്പോ തന്നെ സംവിധായകനോട് പറയണം, വേഷമില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അഭിനയിക്കണമെങ്കിൽ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഇപ്പോഴേ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ആ കുട്ടികളെ ഉപദേശിക്കുകയും ഈ കുട്ടികൾ അത് സംവിധായകനോട് പറയുകയും അത് ഞാൻ കാരണമാണ് അയാൾക്ക് അത് നടക്കാത്തതെന്നുള്ള ഒരു ദേഷ്യം ഇന്നും അമർഷമായിട്ട് അത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അത് എനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ ഈ ഒരു കാരണം നിമിത്തമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കാണുമ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടിരുന്നു വേറൊരു ലൊക്കേഷനിൽ വന്നത്. അദ്ദേഹം വളരെ ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്നെ മോശക്കാരിയാക്കിക്കൊണ്ട് സംസാരിക്കുകയും എനിക്ക് കിട്ടുന്ന അവസരങ്ങളായാലും പല ഇതും ഇല്ലാതാക്കുകയുമാണ് ആ സംവിധായകൻ ചെയ്തത്. ആ സെറ്റിൽ പിന്നീട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അടുത്ത് മോശമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഈ രീതിയിൽ പ്രതികരിച്ചു, അതായത് ഷൂട്ട് തുടങ്ങിയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ്. പക്ഷെ അതിന്റെ റിയാക്ഷൻ മുഴുവൻ എനിക്ക് അഭിനയിക്കേണ്ടി വന്ന എന്റെ സീൻ ആരോ നേരത്തെ മീഡിയയിൽ സംസാരിച്ചിരുന്നു, അവരെ കൊണ്ട് എത്രയോ ടേക്ക് എടുപ്പിച്ചു എന്നുള്ളത്. അത് വാസ്തവം തന്നെയാണ്. കാരണം രാത്രി നമ്മൾ സഹകരിച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നോ പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ എല്ലാ അർത്ഥത്തിലും എനിക്ക് തോന്നുന്ന ഫുഡിനും അക്കോമഡേഷനും നമുക്ക് പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഇറങ്ങിയ സമയത്ത് ഏകദേശം 10 വർഷമാവുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് ടേക്ക് കൂടുതൽ എടുപ്പിക്കുകയും എല്ലാവരുടെ മുമ്പിൽ മിനിമം ഏതൊരു പടമാണെങ്കിലും 50 പേര് കുറയാത്തൊരു യൂണിറ്റ് അംഗങ്ങൾ ഉണ്ടാവും. അവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ നന്നായിട്ട് ഒന്നുകിൽ അഭിനയിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഒരേ സാധനം തന്നെ റീടേക്ക് എടുത്തുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല. ഇപ്പൊ ജൂനിയർ ആയിട്ടും അല്ലെങ്കിൽ തുടക്കക്കാരാകുമ്പോൾ ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വരും, സ്വാഭാവികമാണ്. പക്ഷെ അത് ഒരു പരിധിക്കപ്പുറം പോയി നമ്മളെ മനസ്സും നമ്മളുടെ ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു സെൽഫ് എസ്റ്റീം കളയുന്ന രീതിയിൽ വരെ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യാം. മാനസികമായിട്ടും ഫിസിക്കലി നമ്മൾക്ക് അത് ആ സ്ട്രെയിൻ അവർക്ക് നമ്മളെ അടിക്കാൻ പറ്റില്ലല്ലോ. അതിന് പകരം നമ്മളെടുത്ത് അവർക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ, ഈ സംവിധായകന് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ടേക്ക് കൂടുതൽ എടുക്കുക. സിനിമാറ്റോഗ്രാഫർ ആണെങ്കിൽ അവർ ബ്ലർ ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നല്ല സീനിലൊക്കെ അഭിനയിച്ച് നിൽക്കുമ്പം സിനിമ വരുമ്പോൾ നമ്മൾ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതെല്ലാം നടക്കുന്നത് തന്നെയാണ്. എന്ന് വിചാരിച്ചിട്ട് എല്ലാ സിനിമയിലും ഇങ്ങനെയാണെന്നോ, എല്ലാ സിനിമാക്കാരും എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ഡയറക്ടേഴ്സും ഇങ്ങനെയാണെന്നോ എനിക്ക് അഭിപ്രായം ഇല്ല. ആ പടം വരുമ്പോൾ എനിക്ക് തോന്നുന്നു WCC സംവിധാനം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ലില്ല, ഇത് 9 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ സൂപ്പർ സ്റ്റാർ പടത്തിലുള്ളത്. ഇപ്പൊ WCC മെമ്പറായിട്ടുള്ള ഒരാള് അതിൽ നായികയായിരുന്നു. അപ്പൊ ആ ലൊക്കേഷനിലൊക്കെ അവർ കംഫർട്ടായിട്ട് അവർ കാരവാനിൽ വരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നു. അവർ ചിലപ്പോൾ കംഫർട്ടായിട്ടായിരിക്കാം പോയത്. അവര് വളരെ വ്യക്തവും ശക്തവുമായിട്ട് ഇപ്പോൾ എല്ലാത്തിലും പ്രതികരിക്കാറുണ്ടെന്നുള്ളതും സത്യമാണ്. നടന്മാരുടെ ഭാഗത്തുനിന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നടന്മാരുടെ ഭാഗത്തുനിന്ന് തുടക്ക സമയത്ത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് നമ്മൾ അൺഎക്സ്പെക്ടഡ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് തൊടുപുഴ ഷൂട്ടായിരുന്നു. അപ്പോ ജൂനിയർ ആർട്ടിസ്റ്റിന് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് വേറൊരു സ്ഥലമാണ്, പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് വേറൊരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന് ഒരു ഹോൾഡ്, അത് ഒരു പ്രമുഖ നടൻ, നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അന്നത്തെ സമയത്ത് ഞാൻ ഭയന്നുപോയി, പേടിച്ചുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് എനിക്ക് താല്പര്യമില്ല. കാരണം ഏതൊരു പെണ്ണും കൊതിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ പറയുന്ന പോലെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു നടനാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വിഗ്രഹമാണ് വീണ്ടും ഉടയുന്നത്. നമ്മളവരെ ആരാധനയോടെ കാണുക, അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആങ്സൈറ്റിയോടെയാണ് ഒരു സിനിമയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നത് എപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മളടുത്ത് ആ സമയത്ത് പുള്ളി പിന്നെ സോറി പറയുകയും എനിക്ക് സോണിയ എന്ന വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ അത് നമ്മൾ എന്റർടൈൻ ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് വേറെ അറ്റാക്കിലേക്ക് പോയില്ല. പക്ഷെ അതൊരു
നമ്മളുടെ അതായത് വിത്ത് പെർമിഷൻ ഇല്ലാതെയാണ് ഒരാള് നമ്മളെ തൊടുന്നത്. അത് സിനിമാക്കാർക്ക് മാത്രം ഒരു പ്രിവിലേജ്, ആരെയും തൊടാം എന്നുള്ളൊരു പ്രിവിലേജ് അവരുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴയ കാലം തൊട്ട് ഇപ്പൊ വരെയും ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ല. ഇതൊക്കെ സ്വാഭാവികമാണെന്നുള്ളൊരു രീതി ഉള്ളത് കൊണ്ടാണല്ലോ ഒരു വലിയ നടൻ പോലും ആ രീതിയിൽ നമ്മളെടുത്ത്, നമ്മളെ പോലെ ഒരു സാധാരണക്കാരിയായ ഒരു ആർട്ടിസ്റ്റിനോട് പോലും ആ രീതിയിൽ. ഇപ്പൊ പലരും ചോദിക്കും, ചിലപ്പോ ഇത് ചാനലിൽ വരുമ്പോൾ ചോദിക്കാം, അത്രയും മാത്രം ദാരിദ്ര്യം അത്രയും വലിയ നടന്മാർക്ക് ഉണ്ടോ എന്നുള്ളൊരു കമന്റൊക്കെ വരാം. അതിൽ കാര്യമില്ല. ഈ ദാരിദ്ര്യത്തിന്റെ അല്ല, അവരുടെ ആ രീതി, ആ സമയത്തുള്ള അവരുടെ ഒരു അപ്രോച്ച് ഒക്കെ ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മദ്യവും മയക്കുമരുന്നും അടക്കം എല്ലാം കിട്ടുന്നുണ്ടല്ലോ ഇപ്പോ ആളുകൾക്ക്. അപ്പൊ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിലായിരിക്കാം. എന്തായാലും ഇത്തിരി ലൈംഗിക ആവേശം സിനിമ പോലെ ലൈംഗിക ആവേശമൊക്കെ ഇച്ചിരി കൂടുതലാണ് ഇതിനകത്ത്. അതൊന്ന് കുറയ്ക്കണം മനുഷ്യന്. അതാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. ആദ്യം സിനിമയ്ക്ക് സമീപിക്കുമ്പോൾ തന്നെ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യണം, ചില കോംപ്രമൈസിന് തയ്യാറാവണോ എന്നൊക്കെയാണ്. അതായത് ഈ ശാരീരികമായ ആവശ്യമാണ് അതിൽ പറയുന്നത്. അത് ഈ സിനിമയിലുണ്ട്, അങ്ങനെ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടും. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം എനിക്കറിയില്ല, ഫസ്റ്റ് ഒക്കെ വരുമ്പോ ഞാൻ പറയുമായിരുന്നു, ചേട്ടാ ഇപ്പോ തുടക്ക സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് റെമ്യൂണറേഷനിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എനിക്ക് നിങ്ങൾ എന്താണോ റെമ്യൂണറേഷനുള്ളത് അത് തന്നാൽ മതി എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത്, ഈ രീതിയിലുള്ള ഇടപെടലുകളാണ്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ രീതിയിൽ വന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളത്. അതായത് ചിലപ്പോൾ നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മളെ ഡയറക്ടേഴ്സ് നേരിട്ട് വിളിക്കില്ല, പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞ് അവര് വിളിക്കാം, അവിടെ നിന്നേ തുടങ്ങും ചോദ്യം. അപ്പൊ ഇപ്പൊ ഒരു ക്യാരക്ടർ നമുക്ക് തരുന്നത് പച്ചയ്ക്ക് തന്നെ പറയുകയാണ്, പച്ചയ്ക്ക് ചോദിക്കും സാർ. അവർക്ക് യാതൊരു നാണവും ഇല്ല. അവര് ചോദിക്കും, നിങ്ങൾ തയ്യാറാണോ? അപ്പം ഞാനിതിന്റെയൊക്കെ ഒരു ഗുഡൻസ് അറിയാൻ വേണ്ടി, ഒരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് എനിക്കൊരു ആങ്സൈറ്റി ഉണ്ട്, ഇവന്മാർ എന്തൊക്കെ കാണിക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പൊ സാർ ആർക്കൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ, ഡയറക്ടർ, പിന്നെ സിനിമാറ്റോഗ്രാഫറെ ഒക്കെ അവരെ സന്തോഷിപ്പിച്ചാൽ നല്ല വിഷ്വൽ വരും, ഒന്നും എഡിറ്റ് ചെയ്യാതെ നല്ല സിനിമ വരും, ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആ സംവിധായകൻ ചിലപ്പോൾ അറിയണം, പ്രൊഡക്ഷൻ കൺട്രോളർ സംസാരിക്കും, ഡയറക്ടർമാര് ഡയറക്റ്റ് വന്നിട്ട് സംസാരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ആളുകളുണ്ടല്ലോ അവരായിരിക്കും സംസാരിക്കുക. അപ്പൊ ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ഒക്കെ ഈ വാക്കുകൾ എല്ലാവർക്കും അറിയാം. അറിയില്ല എന്നും ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്നും ഞങ്ങളിത് അറിഞ്ഞില്ല. എന്നാലും ജോമോള് സംസാരിച്ചു കണ്ടു. അവര് കുറച്ച് സിനിമകളാണ് അഭിനയിച്ചത്, പക്ഷെ ആ സ്ഥലത്തൊക്കെ അവര് ചിലപ്പോൾ സെക്യൂർ ആയിരുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്ന് അറിയാൻ മാത്രം, ഒന്നും അങ്ങനെ ഇല്ല എന്ന് പറയാൻ മാത്രം വിഡ്ഢിയാണ് അവരെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഏതൊരു ആർട്ടിസ്റ്റും അംഗീകരിക്കും. മറ്റൊരു കാര്യം റിപ്പോർട്ടിൽ പറയുന്നത്, ഈ പോക്സോ കേസുകൾ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലൊരു ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. അതെപ്പോഴെങ്കിലും സോണിയുടെ ശ്രദ്ധയിൽപ്പെടുകയോ അങ്ങനെയുള്ള പരാതികൾ വന്നതായിട്ട് അറിയാവോ? എനിക്ക് നേരിട്ട് അനുഭവമില്ല, പക്ഷേ പലരുടെയും ടോക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മമാര് കുട്ടികളെ, കാരണം ഈ അമ്മമാരെ ഇവര് കയ്യിലെടുക്കുവാണല്ലോ. ഇപ്പൊ അമ്മമാര് കൊണ്ടുപോയി മക്കളെ കൊടുക്കുന്നു എന്നൊരു സാധനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങുവാണ്, കേരള മനസാക്ഷി ഞെട്ടുകയാണ്. പക്ഷെ അങ്ങനത്തെ ടോക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് ഒരു എവിഡൻസോ കാര്യങ്ങളോ ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ എന്റെ ഈ ഒരു 10 years അനുഭവത്തിൽ ഞാനത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികളെ അല്ലെങ്കിൽ അമ്മമാര് തന്നെ പോകുന്നു, അമ്മമാര് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ചെറിയ കുട്ടികളാണെങ്കിൽ, ഇപ്പൊ 12-13 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ അമ്മയ്ക്കൊരു 35-40 ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ സിനിമ എടുക്കുന്നു, എന്നിട്ട് അമ്മമാരെ യൂസ് ചെയ്യുന്നു. അപ്പൊ ചെറിയ മക്കള് പാട്ട് പാടുന്നെങ്കിൽ അവരുടെ അമ്മമാർ, ഇങ്ങനെ ഏതൊരു ഫീൽഡിലും ഈ രീതിയിലുള്ള ചൂഷണം, സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം ഇപ്പൊ സിനിമയിൽ മാത്രമല്ല, നമുക്കറിയാലോ എല്ലാ മേഖലയിലും ഉണ്ടെങ്കിലും ഈ സിനിമയിൽ ഈ ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് എന്താ പറയുന്ന, അവർക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം കിട്ടുമെന്നുള്ളത് കൊണ്ടും കുറച്ച് കൂടുതൽ കാശ് കിട്ടുമെന്നുള്ളത് കൊണ്ടും എല്ലാ അന്തരീക്ഷവും അവർക്ക് അനുകൂലമാണ്. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ ആവാം, ഞാന് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്, ഞാനൊരു വലിയ താരമാണ്, എനിക്കൊരു പെണ്ണിനെയൊക്കെ കയറി പീഡിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ പൈസ ഇറക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്, എനിക്ക് പീഡിപ്പിക്കാം എന്നുള്ളൊരു തോന്നലാണ് ഇവർക്ക്. വഴങ്ങിയില്ലെങ്കിൽ അവസരം പോകുമെന്നുള്ളത് ഈ പറയുന്നത് സത്യമാണ്. അതായത് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ തുടർച്ചയായി ഒഴിവാക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോസ്റ്ററിൽ നിന്ന് പടം മാറ്റുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഉറപ്പായിട്ടുമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് 2-3 സ്ഥലത്ത് ഞാൻ പ്രതികരിച്ചത് കൊണ്ടാവാം, എന്നെ വലിയ സിനിമാക്കാർക്കൊന്നും എന്നെ കണ്ടിട്ടേയില്ല. ഞാൻ അഭിനയിച്ചത് ഇപ്പോ ഒരു 8 സിനിമയോളം ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത റിതം സിനിമ, അതിനു മുമ്പ് സ്ത്രീ നീരവം, ഇങ്ങനെ കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം വരുന്നത് തന്നെ പ്രിയദർശന്റെ ചിത്രത്തിലാണല്ലേ? അതില് ഗീതാഞ്ജലി എന്ന് പറയുന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വരുന്നത്.
അപ്പോ ആ ലൊക്കേഷനിലൊന്നും നമുക്ക് ഒരു പീഡനോ കാര്യങ്ങളോ ആ സമയത്തൊക്കെ എല്ലാവരും വളരെ ക്ലോസ് ആയിരുന്നു. പക്ഷെ ഒരു ഹാസ്യ നടൻ ഇപ്പോ മരണപ്പെട്ടു. എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. ഞാനത് പേര് പറയുന്നില്ല, കാരണം അവരെ ഫാമിലി മറ്റുള്ളവർ കേരളം ഞെട്ടുന്ന ആള് തന്നെയാണ്. ആളുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം അത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും നിങ്ങൾ എന്റെ അപ്പൂപ്പന്റെ പ്രായമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയുമായിരുന്നു. അപ്പൊ അതൊക്കെ എന്നെ പോലെ ഒരാൾക്ക് തുടക്ക സമയത്ത് വളരെ ഞെട്ടലായിരുന്നു. കാരണം നമ്മളൊക്കെ എത്ര കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇവര് ആ ഒരു രീതിയാണ്, ആരെ കണ്ടാലും ഒന്ന് ചോദിക്കണം അല്ലെങ്കിൽ കിട്ടണം. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കുക അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ തന്നെ അഭിനയം നിർത്തി. എനിക്ക് അന്ന് വലിയ കൺട്രോളർമാരെ വിളിച്ചിട്ട് സോണി ഇപ്പൊ അഭിനയിക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ അഭിനയം നിർത്തിയിട്ടില്ല. പിന്നെ പെണ്ണ് പിടിക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമാക്കാരെ എന്നെ വിളിക്കില്ല. ഇപ്പൊ അല്ലാത്ത സിനിമകളിലൊക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ചെയ്ത ഒരു പടങ്ങളിലും എനിക്ക് തുണി അഴിക്കേണ്ടി വന്നിട്ടില്ല. ആ സിനിമയിൽ അഭിനയിച്ചിട്ട് സന്തോഷമായിട്ട് ഉള്ള റെമ്യൂണറേഷൻ വാങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു സിനിമ ചെയ്തത് എനിക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് പിന്നെ പ്രൊഡക്ഷൻ നിർവഹിച്ച ഒരു സിനിമ, അതായത് പ്രൊഡ്യൂസർ എന്റെ ഒരു സുഹൃത്തായിരുന്നു, സന്തോഷ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ ഫാമിലിയും കൂടി ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ പടം എന്ന് പറഞ്ഞു വന്നിട്ട്, സംവിധായകൻ നമ്മുടെ ഗവർണറുടെ ഓഫീസിൽ ജോലിയുള്ള ഒരാളാണ്. അദ്ദേഹം ഒന്ന് സംസാരിച്ച ഒരു സിനിമ, അപ്പൊ എന്നെ നായികയാക്കിയിട്ടൊരു പടമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, അവരത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഒരു 50 ലാക്സിനകത്ത് നിൽക്കുന്ന പടമെന്ന് പറഞ്ഞ് എടുത്തിട്ട് അത് ഏകദേശം 80 ലക്ഷത്തിന് മുകളിൽ 1 കോടിക്കകത്തൊരു സിനിമയായി മാറി. അപ്പോ ഞാൻ അതിനകത്തൊരു 10-20 ദിവസം നന്നായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു. ഒരു 3 ലാക്സ് നമുക്ക് റെമ്യൂണറേഷനും പറഞ്ഞു. ഓക്കെ, എന്റെ തന്നെ അക്കൗണ്ടിലാണ് ആ പൈസ വരുന്നത്. അവര് പുറത്തായിരുന്നു. എനിക്ക് ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. ആ സ്റ്റാഫാണ് രാവിലെ എല്ലാം പൈസ വിഡ്രോ ചെയ്യുന്നതും എല്ലാ ഡെയിലിയുള്ള അപ്ഡേഷൻ അവർക്ക് കൊടുക്കുന്നതൊക്കെ. ഇതിനകത്തൊന്നും 1 രൂപയും നമുക്ക് എടുത്തു മാറ്റാൻ എന്റെ അക്കൗണ്ടിൽ വന്നാൽ ഒരു കറണ്ട് അക്കൗണ്ടാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി വേറൊരു പ്രൊഡക്ഷൻ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്നിട്ട് സിനിമ തീരും. ഞാൻ വിചാരിച്ചു എങ്ങനെയാലും സിനിമ കഴിയട്ടെ. ഇപ്പൊ 3 ലക്ഷം എന്ന് പറയുന്നത് ഒരുമിച്ച് കിട്ടുമ്പോൾ എനിക്ക് ആ സമയത്ത് കുറെ ബാധ്യതയും കാര്യങ്ങളും, എന്റെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു, ഞാൻ എന്റെ ലൈഫ്, എന്റെ കുട്ടികളെ, എന്റെ കുടുംബം എല്ലാം ഞാൻ ഒറ്റയ്ക്ക് നേടിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് റെന്റ് പോലും കൊടുക്കാതെ അഭിനയിക്കുന്ന ഒരു സിനിമയാണെന്ന് ഓർക്കണം. അപ്പൊ ഞാൻ വയ്ക്കുന്ന ഒരുമിച്ച് 3 ലക്ഷം കിട്ടുമ്പോൾ അത്യാവശ്യ കടങ്ങൾ തീർക്കാമല്ലോ എന്ന് വെച്ചിട്ട് സിനിമ കഴിഞ്ഞ് വന്നിട്ട് സർ 1 രൂപ ഈ സെക്കൻഡ് വരെയും 1 രൂപ തന്നിട്ടില്ല. പോരാത്തതിന് കള്ളം കൂടി പറഞ്ഞ ആ പ്രൊഡ്യൂസറെ അടുത്ത് പറയാൻ ശ്രമിച്ചു, ഞാൻ എടുത്തു കാണും, എന്റെ അക്കൗണ്ടിൽ വന്നതാണെന്ന്. അപ്പൊ അതിന് തെളിവ് ചോദിച്ചപ്പോൾ തെളിവില്ല. പിന്നെ മാപ്പ് പറഞ്ഞു. ഈ നമ്മളോട് തെറ്റ് കാണിച്ചിട്ട് മാപ്പ് പറയുന്നേക്കാൾ അത് ചെയ്യാതിരിക്കില്ലല്ലേ സാർ? ഇതിപ്പോ ഇന്ന് വരെ ആ കാശ് തന്നിട്ടില്ല. അപ്പൊ റെമ്യൂണറേഷൻ തരാതെ പറ്റിക്കുക. അതേപോലെ തന്നെ കൂടെ കിടക്കാത്തതിന്റെ പേരിലായിരിക്കാം ഒരു സിനിമയിൽ നിന്ന് എന്നെ പാലക്കാട് ഒരു സിനിമ എന്നെ നായികയായിട്ട് വിളിക്കുക, നിൽക്കുന്ന നിപ്പില് ഒരു നല്ല കഥ പറയാ. ഈ കഥ കേട്ടോണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് ഇവിടുന്ന് 7000 രൂപ പെട്രോളും അടിച്ച് ഞാനും എന്റെ മാനേജർ സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവരും കൂടി പാലക്കാട് പോയി. കഥ കേട്ടപ്പോൾ നല്ല സൂപ്പർ കഥയാണ്, ഒരു പീരിയോഡിക്കൽ സബ്ജക്റ്റ് ആണ്. അപ്പൊ എന്നെ വെച്ചിട്ട് നായികയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഫോട്ടോഷൂട്ട് പറഞ്ഞു. അവര് തന്നെ ഒരു ഗസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു. അവിടെ പോയി ഷൂട്ടിന് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞ് പത്രത്തിലും എല്ലാത്തിലും ആ സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ വിളിച്ചിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോ ആ സിനിമ ഒന്ന് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. പിന്നെ അറിയുന്നു അതിന് മലയാളത്തിൽ നിന്ന് തമിഴിൽ പോയ ഒരു ഫേമസ് നടി, ഇപ്പോ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നടി, പേര് ഞാൻ പറയുന്നില്ല, ആ പുള്ളിക്കാരിയെ നായികയാക്കിയിട്ട് ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ ഞാൻ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടാണ് എന്റെ അടുത്ത് പറയുന്നത് സോണിയനെ മാറ്റേണ്ടി വന്നു. ഞാൻ ചോദിച്ചു എന്താണ് ഞാൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ ആ കഥാപാത്രം നിങ്ങളെ ഇപ്പൊ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. 1 രൂപ ഇങ്ങോട്ട് തന്നിട്ടല്ല, കയ്യിലിരിക്കുന്ന പൈസ ചെലവാക്കി കടം വാങ്ങി പാലക്കാട് പോയി കഥ കേട്ട് സിനിമയ്ക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് അത് ഇതുവരെ കെട്ടുന്ന ഒരു കോസ്റ്റ്യൂമൊക്കെ വെച്ച് നമ്മളെ കൊണ്ട് അഭിനയിപ്പിച്ചതാ. എല്ലാം ചെയ്ത് നോക്കിയിട്ട് പിന്നെ പറഞ്ഞത് നിർമ്മാതാവിന് ഇനി സോണിയെ വിളിച്ച ആ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിനൊക്കെ തയ്യാറായിട്ട് ആരെങ്കിലും വന്നതുകൊണ്ട് അപ്പൊ ഇവർക്ക് നിഷ്പ്രയാസം കൂടെ കിടക്കാൻ തയ്യാറാവണമെങ്കിൽ ഒരാളെ നായികയാക്കാം. കൂടെ കിടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ നായിക സ്ഥാനം മാറ്റി അപ്പൊ തന്നെ ഇവർക്ക് പോസ്റ്റർ വലിച്ചു കീറി വേറൊരാളെ അവിടെ പ്രതിഷ്ഠിക്കുന്നതിന് നിസ്സാര ടൈം മതി എന്നുള്ള, അതൊക്കെ വളരെ വളരെ വേദനിപ്പിക്കുന്ന, മെന്റലി നമ്മളെ ഒരു ട്രോമയിലേക്ക് കൊണ്ടുപോയ സംഭവങ്ങളൊക്കെയാണ്. നേരത്തെ പറഞ്ഞു ലിപ്പിൽ വെച്ചൊക്കെ ഉണ്ടായ ഒരു അനുഭവം, അത് എന്തായിരുന്നു?
അത് ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഒരാളുടെ ഹസ്ബൻഡാണ്. അയാളൊരു ചെറിയ പടം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സംവിധായകനാണെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. എന്റെ ഒരു സിനിമയുടെ ഇപ്പൊ ഈ പറഞ്ഞ പ്രതിഫലം തരാത്ത സിനിമയുടെ OTT റിലീസുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ കൂട്ടുകാരി തന്നെയാണ് അവളുടെ ഭർത്താവിന്റെ നമ്പർ തരുന്നത്. അയാളുടെ പേരും കാര്യങ്ങളും ഒന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഞാൻ OTT റിലീസ് എല്ലാം കാര്യങ്ങൾ ചെയ്തുതരാം. അയാൾ ചെയ്തും തന്നിരുന്നു. പക്ഷെ അതിനുശേഷം പുള്ളി ഞാൻ വിചാരിച്ചു നല്ലൊരു മനുഷ്യനാണ്, അച്ഛന്റെ പ്രായമുള്ള ഒരാളാണ്, ഓക്കെ നമുക്കൊരു ഏട്ടന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് അവരും കുറച്ച് ഫിനാൻഷ്യലി കുറെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നല്ല സിനിമകൾ വന്നാൽ എനിക്ക് റെക്കമെൻഡ് ചെയ്താൽ നിങ്ങൾക്കും എന്റെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പ് ഫിനാൻഷ്യലി ഹെൽപ്പ് തരും. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഇതാണ്, എനിക്ക് ഫിനാൻഷ്യലി അല്ല വേണ്ടത്, ശരീരമാണ്. അവിടെ നമ്മള് തീരെയാണ്. ഒന്ന് എന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ്, പിന്നെ നമ്മുടെ അച്ഛന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു വലിയ മൂത്ത ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, നിങ്ങൾക്ക് കാശ് എത്ര വേണം, നിങ്ങൾ നല്ലൊരു സിനിമ പിടിച്ചു തന്നെ അതെല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു നല്ല ക്യാരക്ടർ ഒരാൾ തന്നാൽ ഒരാൾക്ക് കൊടുക്കും, അതൊരു നമ്മുടെ സന്തോഷം. അങ്ങനെ ചെയ്ത അല്ലാതെ എനിക്ക് നിങ്ങളെ കൂടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം അത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളം പോകണമായിരുന്നു. അപ്പൊ എറണാകുളം പോയപ്പോഴത്തേക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ട് പിന്നെ ഒരു ഹോട്ടൽ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ഒരു കൂട്ടുകാരിയുണ്ട്. അപ്പൊ അവള് ഒരു ഹോട്ടൽ നടത്തുക, റെസ്റ്റോറന്റ് നടത്തുക. അപ്പൊ അവള് വീട്ടിലില്ല, ചാവി വെച്ചേക്കുന്ന സ്ഥലം പറഞ്ഞ് ചേട്ടനും കൂടെ വന്നല്ലോ, നിങ്ങൾ പോയിട്ട് ബാഗ് അവിടെ വെച്ചിട്ട് ഫംഗ്ഷന് പോയിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവളുടെ വീട്ടിലേക്കുള്ള എറണാകുളം ടൗണിൽ തന്നെയാണ്. അവിടുന്ന് നേരെ കയറി ലിഫ്റ്റ് കയറി പോവാണ്. ഈ മനുഷ്യൻ ലിഫ്റ്റ് കയറിയപ്പോഴത്തേക്കും ഡ്രസ്സ് പോക്കാൻ വേണ്ടി ശ്രമിക്കുക, ചുരിദാറാണ്. അതൊന്ന് നമ്മുടെ ബ്രസ്റ്റ് കാണിക്കണം എന്നാണ് അയാൾ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറയേണ്ടി വരുന്നതിൽ എന്തുമാത്രം വിഷമമുണ്ടെന്നറിയോ? ഞാൻ എന്റെ വീട്ടിലും എന്റെ സഹോദരനും അച്ഛനമ്മമാരോടും പറഞ്ഞിട്ടാണ് ഇന്റർവ്യൂവിന് തന്നെ വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ ഷോക്കാവും. അപ്പോ ആ ഒരു വിഷമം വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ചേട്ടന്റെ മകളോടോ സഹോദരിയോടോ പറയുന്നതിന് തുല്യമാണ് ഈ പറയുന്നത്. നമ്മൾ ഒരുപാട് ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അയാള് ഭീകരമായിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. എന്റെ കൂടെ നിന്ന ആൾക്കാരെ, എന്റെ ബന്ധങ്ങളെ, ഈ സിനിമയുടെ പ്രൊഡ്യൂസറിനെ, അവരുടെ ഫാമിലിയെ മൊത്തം നുണ പറഞ്ഞ് ഇയാൾ മാറ്റി. നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അവരെല്ലാം എവിടെ ഇറങ്ങിയാലും നമ്മൾ മോശക്കാർ, അതായത് നമ്മൾ അവർക്ക് എന്റർടൈൻ ചെയ്യാൻ നിന്ന് കൊടുത്തില്ലേ നമ്മൾ മോശക്കാരി എന്നുള്ള ഒരു പേരാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യം, അത് ഇപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളില്ല എന്നാണ് സിനിമയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. കുറച്ചുകാലം മുമ്പെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? അങ്ങനെ ഇല്ല, അങ്ങനെ തുടക്ക സമയത്ത് നമ്മൾക്കായിട്ട് ഒരു സ്ഥലം കാണില്ല. അപ്പൊ അവരൊരു സ്ഥലം അറേഞ്ച് ചെയ്യും. അപ്പൊ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യണം. ഞാൻ തുടക്ക സമയത്ത് ഒരു സിനിമയുടെ ഇപ്പൊ ഈ ഗീതാഞ്ജലി പ്രിയദർശൻ സാറിന്റെ സിനിമയുടെ ലൊക്കേഷനിൽ തന്നെ ഒരിടത്തോട്ട് അതൊരു ബാത്റൂമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് അവിടെ ഡോറ് ലോക്കല്ല. അപ്പൊ അകത്ത് ആരും ഇല്ല. ഞാൻ ജസ്റ്റ് കൊട്ടിയിരുന്നു. അപ്പൊ അകത്ത് ആളില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ ഒരു പ്രായമുള്ളൊരു ലേഡിയാണ് അതിനകത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഈ ലേഡിയെ തന്നെ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പോയതുകൊണ്ട് പ്രായമുള്ള ഒരു ആന്റി എന്ന് വിളിക്കണമെന്നാണ് നമ്മളെയൊക്കെ ഒരു ഇതിൽ. അപ്പൊ എന്റെ അമ്മയുടെ പ്രായം വരുന്നൊരു ആന്റിയാണ്. അപ്പൊ ഞാൻ ആന്റി എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. അപ്പൊ അവരപ്പോ വെച്ച് പറഞ്ഞു എന്നെ ആന്റി എന്ന് വിളിക്കേണ്ട, സിനിമയിൽ ആരും ആന്റി ഇല്ല, എല്ലാരും ചേച്ചി അല്ലെങ്കിൽ മാഡം ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി സോറി എന്ന് പറഞ്ഞു, ചേച്ചി എന്ന് വിളിച്ചു. ഇതവർക്ക് കലിപ്പായിട്ടിരിക്കുമായിരുന്നു. ഇതേ ചേച്ചിയാണ് ഡ്രസ്സ് മാറാൻ വേണ്ടി ആ റൂമിൽ നിൽക്കുന്നത്. ഞാൻ അറിയുന്നില്ല. ഞാൻ ചെന്നിട്ട് ഈ ലോക്കില്ലാത്തോണ്ട് ജസ്റ്റ് തട്ടി ആരുമില്ല എന്ന് വിചാരിച്ച് കയറി. അവരിനി ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല ലൊക്കേഷനിൽ. ഒരു ബോധമില്ലാതെ വന്ന് കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പൊ എനിക്ക് ഫേസ് ചെയ്തു. അതൊരു വലിയ വിഷയമായിട്ട് ഡയറക്ടർ എടുത്തോ അവിടെ പ്രൊഡക്ഷൻ കൺട്രോളർ അടുത്തൊക്കെ അവർ പറഞ്ഞു, പിന്നെ മാപ്പ് പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അവരിപ്പോ എന്റെ സുഹൃത്താണ്, അത് വേറെ കാര്യം. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഒരു ലോക്കുള്ള സാധനങ്ങൾ ഇല്ലെങ്കിലും ബാത്റൂം ഇല്ലെങ്കിലും ഒക്കെ വലിയ വിഷയങ്ങളാണ്. ഇപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി സർജറി ചെയ്യേണ്ടി വന്നു അല്ലെ? അങ്ങനെ അതെ, അത് ചെയ്തതെന്ന് വെച്ചാല് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചതി, സിനിമാ ലോകത്ത് വന്നതിൽ ഏറ്റവും വലിയൊരു ചതി എന്ന് പറയാം. ഒരു 6 വർഷം മുമ്പ് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോ തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് മലയാളിയാണ്, എന്നെ അറിയപ്പെടുന്ന ഗുരു എന്നാണെന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം എന്റെ നമ്പറുണ്ട്. ഞാനൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് ഹെൽപ്പ് ലൈനായിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾക്ക് പറ്റിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞത് ഇതാണ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ സാക്ഷാൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ നായികയായിട്ട് ഒരു പടം വന്നിട്ടുണ്ട്. അതൊരു ലോ ബഡ്ജറ്റ് പടമാണ്. അതിൽ ക്യാൻസർ രോഗിയായ ഒരു കഥാപാത്രമാണ്
അതില് വളരെ സ്ലിം ആയിരിക്കണം. അന്ന് എനിക്ക് ഏകദേശം ഒരു 70+ ഉണ്ട്. അപ്പൊ അത് ഒരു 55 കിലോ 60 കിലോയ്ക്ക് അകത്തൊരു വെയിറ്റ് ആക്കണം. നമ്മുടെ ഭാരം കുറയ്ക്കണം. അതേപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ് എല്ലാം മാറണം. ഒരു രോഗിയായിട്ട് ഫീൽ ചെയ്യണം. സംവിധാനം ചെയ്യുന്നത് സാക്ഷാൽ ബ്ലസ്സി സാറാണ്. അപ്പോ എനിക്കറിയില്ല അന്ന് ആടുജീവിതമായിട്ട് ബന്ധപ്പെട്ട് സാർ അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നമുക്കറിയില്ലായിരുന്നു. ശരീരഭാരം കുറയ്ക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന്, അതും ഒരു 28 ദിവസത്തിനകത്ത് സാറിനെ കാണാൻ വരണം എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഞാനിപ്പോ അവരോട് ചോദിച്ചു, ഇതിന് എന്ത് തെളിവാണ് ഇപ്പം ബ്ലസ്സി സാറ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു. അപ്പൊ ഫോട്ടോ അയച്ചു കൊടുത്തു. ഫോട്ടോ സാറിന് അയക്കുന്നു. റെമ്യൂണറേഷൻ അവര് സംസാരിക്കുന്നു. അപ്പൊ എനിക്ക് 5 ലക്ഷം രൂപ പുതിയ കുട്ടിയല്ലേ, നമുക്ക് അത്രേ ഉള്ളൂ. അപ്പൊ അതവരോട് സഹകരിക്കണം. അപ്പൊ 5 ലക്ഷം രൂപ റെമ്യൂണറേഷൻ, ഇതെല്ലാം എഴുതുവാണ്. അപ്പൊ ഇതെല്ലാം ഒരു ഗ്രൂപ്പ്, അതായത് സിനിമയുടെ ഗ്രൂപ്പ് പോലെ ഇവരുടെ തന്നെ പല നമ്പറാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ ഡയറക്ടർ ബ്ലസ്സി, പക്ഷേ ഡയറക്ടർ ബ്ലസ്സി സാറിന്റെ ഫോൺ നമ്പർ ആ സമയത്ത് എന്റെ കയ്യിലുണ്ട്. എനിക്ക് വിളിക്കാനുള്ള ധൈര്യവും കാര്യങ്ങളൊന്നും ആ സമയത്തില്ല. അപ്പൊ ഞാന് ഓക്കെ, ഇയാൾ ഇടപെട്ടൊരു സാധനമാണല്ലോ, ഒരു മലയാളിയാണല്ലോ, നമുക്ക് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എഴുതുവാണ് ഡയറക്ടർ ബ്ലസ്സി, ഈ കുട്ടി ഓക്കെ, ഇവരെ കണ്ടാല് നമുക്ക് ആ ഒരു ക്യാരക്ടർ, ഒരു പേഷ്യന്റ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ വണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, വണ്ണം കുറയ്ക്കാൻ പറയും. ഇതെല്ലാം അതിൽ എഴുതുവാണ്. എന്നിട്ട് റെമ്യൂണറേഷൻ, അപ്പൊ സാറേ കുറച്ച് കൂടുതൽ റെമ്യൂണറേഷൻ കൊടുക്കണം, അവർ സോഷ്യൽ വർക്കറാണ്. അതായത് ഈ ഗുരു എഴുതുന്നു, അതിന്റെ താഴെ ഡയറക്ടർ ബ്ലസ്സി എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്നെ എഴുതുന്നതാണ്, അടുത്ത ഫോണിൽ നയിക്കുന്നതായിരിക്കും. അപ്പൊ ഒരു ഗ്രൂപ്പ് ചാറ്റിന്റെ മോഡിലാണ് ഈ സാധനം പോകുന്നത്. ആരും വിശ്വസിച്ചു പോകും. ഒരു മീഡിയക്ക് പോലും അത് ഫേക്കാന്ന് കണ്ടെത്താൻ വലിയ പാടായിരിക്കും. അങ്ങനെ ക്ലിയർ ആയിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ, സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ ബ്ലസ്സി, ഇയാള് ഇങ്ങനെ പറഞ്ഞിട്ട് അതിനകത്ത് പ്രമുഖരായ ആളുകൾ വെച്ചിട്ടൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പെല്ലാം ഇവരുടെ തന്നെ ഫേക്കിന്റെ ടീമായിരിക്കും. അപ്പോ ഈ സാധനം ഇവര് വിളിച്ചിട്ട് പറയണത് എന്താന്ന് വെച്ചാല്, നിങ്ങളെ ഒരു 28 ദിവസം കൊണ്ട് വണ്ണം കുറച്ച് ഈ സിനിമയിലേക്ക് ജോയിൻ ആവണം, അങ്ങനെ ബ്ലസ്സി സാർ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ ആ പുള്ളിക്കാരനോട് പറഞ്ഞു, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സർജറിയെ പെട്ടെന്ന് ചെയ്താൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ഓക്കെ എന്താന്ന് വെച്ചാൽ സോണിയുടെ ഇഷ്ടം പോലെ ചെയ്തോന്നു. ഞാൻ ഈ ഒരു മമ്മൂക്കയുടെ ഒരു അത്രയും ആരാധനയുള്ള ഒരു നടനാണ്. അതിലൊരു മരിച്ചു പോകുന്നൊരു ഭാര്യയുടെ കഥാപാത്രമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ സ്വപ്നം കാണുവാണല്ലോ, സിനിമയാണല്ലോ. അപ്പം ഓക്കെ, ചിലപ്പോ അത് കിട്ടുന്നതായിരിക്കാം. നമ്മള് ആകാശത്തോളം കൊതിച്ചു. വീട്ടിലെല്ലാം പറഞ്ഞു, അച്ഛനും അമ്മയടുത്ത് പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ കളിയാക്കും, മമ്മൂക്കയുടെ നായിക എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഈ കളിയാക്കലൊക്കെ നിർത്തുമെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടുകാരോട് ഈ സർജറി എന്ന് പറഞ്ഞാൽ വീട്ടുകാർ അച്ഛനും അമ്മയും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാഫിനോടെല്ലാം പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഖത്തറിലുണ്ട്. അപ്പൊ അന്ന് 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് സർജറി കാര്യങ്ങൾക്ക് വേണം, എന്റെ കയ്യിൽ കാശില്ല. അപ്പൊ ആ ഫാമിലി ഫ്രണ്ട് ഖത്തറിൽ നിന്ന് അവര് പറഞ്ഞു, അവര് നേരിട്ട് ഹോസ്പിറ്റലിൽ അടയ്ക്കും. ഇവിടെ കോസ്മിക് ഹോസ്പിറ്റല് പേട്ടയില്, കോസ്മെറ്റിക് സർജറി ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അപ്പോ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഈ സർജറി ചെയ്തത്. അപ്പോ ബ്രസ്റ്റ്, വയറ് ഇതെല്ലാം ചെയ്തു 3 വലിയ സർജറി ചെയ്യേണ്ടി വന്നു. ഈ 3 വലിയ സർജറിയും ചെയ്തു. ഞാനിങ്ങനെ വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇപ്പൊ അവരെ കോള് വരും, അവര് വിളിക്കും, നമുക്ക് സ്വാഭാവികമായിട്ട് അടുത്ത സിനിമയിലേക്ക് അവസരം കിട്ടി അഭിനയിക്കാം, അങ്ങനത്തെ ഒരു ഇതിലേക്ക് നിൽക്കുവാണ്. ഈ സമയം എന്താന്ന് വെച്ചാല് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, മെസ്സേജ് ഇടുമ്പോൾ ഓക്കെ നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് പറയുമെന്ന് പറയും. അപ്പൊ എന്റെ കൂടെ ആ സമയത്ത് എന്റെ 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സിനിമയ്ക്ക് വേണ്ടി സർജറി ചെയ്തിട്ട് ഈ വേദന സഹിക്കാൻ പറ്റാതെ കരയുമ്പോൾ ഇവരാരും എന്നെ പിടിച്ചു പോലും എഴുന്നേൽപ്പിക്കൂല. അവര് പറയണെന്താന്ന് വെച്ചാൽ സിനിമയ്ക്ക് വേണ്ടി, അസുഖം വന്നതല്ലല്ലോ, സിനിമയ്ക്ക് വേണ്ടി ശരീരം കീറി മുറിച്ചെങ്കിൽ പതിയെ എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു കയറ് വരെ കെട്ടിത്തന്നു കട്ടില്, തനിയെ എഴുന്നേക്കാൻ വേണ്ടി. എന്നെ ഒന്നും പറയാത്തൊരു കൂടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, മോളേന്ന് വിളിക്കുന്ന ആളാ. അവര് പോലും ദേഷ്യപ്പെടേണ്ട, കാരണം എന്റെ വേദന ആ രീതിയിലായിരുന്നു. അവർക്കൊക്കെ സങ്കടം കൊണ്ടുള്ള ദേഷ്യമായിരുന്നു. അപ്പൊ എന്റെ സ്റ്റാഫ് എല്ലാം എന്നോട് വളരെ ക്രൂരമായിട്ട് ആ സമയത്ത് ഇടപെട്ടു. കാരണം അനുഭവിച്ചോ എന്നുള്ളതിൽ വീട്ടുകാരോട് പറയാൻ പറ്റില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. അമ്മയോട് പറഞ്ഞ് വയറ്റിലൊരു ചെറിയ മുഴയാണ്, അതാണ് സർജറി ചെയ്തതെന്ന്. ഇപ്പൊ ഈ വീഡിയോയിൽ പറയുമ്പോഴായിരിക്കും ഇത്രയും കാര്യമായിട്ട് എല്ലാവരും അറിയാം. അപ്പൊ അത്ര നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അതിനേക്കാൾ വേദനയിലാണ് ആ സമയം കടന്നുപോയത്. അപ്പൊ ഞാൻ വയറെല്ലാന്ന് പറയുന്നത് നമ്മളെ സിസേറിയന്റെ ഒക്കെ ഡബിൾ പെയിൻ ആണ്, അത്രയും വേദന. വയറ് ഈ സൈഡ് തൊട്ട് ഈ സൈഡ് വരെയൊക്കെ വലിയ സർജറിയാണ് ചെയ്തത്. അതേപോലെ ബ്രസ്റ്റ്. അപ്പൊ ഇതാ നമ്മൾ വിചാരിക്കുന്ന ശരീരമെല്ലാം നമ്മൾക്ക് ആ രീതിയിൽ സ്ലിമ്മായി കിട്ടും. നമുക്ക് മമ്മൂക്കയുടെ കൂടെ സിനിമ, അതും ബ്ലസ്സി സാറിനൊപ്പം ഒരു സിനിമ എന്നുള്ളൊരു ഇതിലാണ് ഈ സർജറി ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മുറിവ് ഉണങ്ങി വന്നപ്പോൾ ഞാൻ അയാളെ വിളിച്ചപ്പോഴാണ് അയാള് പറഞ്ഞു അയാളൊരു ഗൾഫ് പ്രോഗ്രാമിന് വേണ്ടി USA ഒന്ന് പോവുകയാണ്. അപ്പൊ കുറച്ചാള് ഫോണ് കിട്ടത്തില്ല. അപ്പോ വന്ന ഉടനെ ഒരു 2 ആഴ്ചത്തെ ഇതിനാ പോകുന്ന ഷോയ്ക്ക് എന്തോ പോകുന്നു. തിരിച്ചു വന്ന ഉടനെ ഞാൻ
നമുക്ക് പോയി സാറിനെ കാണാമെന്ന്. അപ്പോൾ ബ്ലസ്സി സാറിന്റെ കാറാണ് അയാൾ ഉപയോഗിക്കുന്നതെന്നും അയാൾ ബ്ലസ്സി സാറിന്റെ വീട്ടിനടുത്താണ് ഉള്ളതെന്നും സാറ് അയാളുമായിട്ട് ചങ്കാണെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാം ഈ ചാറ്റുകളും ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ അതിൽ വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഒരു എന്താ പറയുക, ആ ഒരു ലെവലിൽ ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുക. ഒരു ദിവസം ഇത് ഫേക്കാണെന്ന് മനസ്സിലാവാൻ കുറച്ച് നാൾ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ ഒരു പ്രമുഖ സംവിധാനം, ഒരു ദേശീയ അവാർഡ് വാങ്ങിയ ഒരു ഡയറക്ടറെ മീറ്റ് ചെയ്യാണ് ഈ IFFK. അപ്പൊ അദ്ദേഹത്തോട് ഞാനിങ്ങനെ എന്റെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, അതൊരു വലിയ ജീവിതം വെച്ചിട്ടുള്ള ഒരു കളി ഞാൻ കളിച്ചു മമ്മൂക്കയുടെ സിനിമയാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പം ബ്ലസ്സി സാറിനെ വിളിക്കാം, ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് സാറ് സ്പീക്കറിലിട്ട്, ഞാൻ അടുത്തുണ്ട്, ബ്ലസ്സി സാറിനെ വിളിക്കുക. ബ്ലസ്സി സാറിനെ വിളിക്കുമ്പോൾ സാറ് ഇത് കേൾക്കുന്നെങ്കിൽ സാറിന് ഇപ്പൊ ആ കോള് എന്ന് സാർ ഓർക്കുന്നുണ്ടാവും. സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ഇങ്ങനെ ഇപ്പം മമ്മൂക്കയെ വെച്ച് ഏതെങ്കിലും പ്രോജക്റ്റ് റൺ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ ഇല്ലില്ല, ഞാൻ മറ്റേ സിനിമയുടെ പുറകിലല്ലേ, അപ്പോൾ ഒരിക്കലും ഇനിയിപ്പോ ഉടനെ നിന്നും മമ്മൂക്കയുടെ സിനിമയെ വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നിൽക്കുന്ന നിപ്പിൽ ഞാൻ വീണുപോയി. ഞാൻ ഷോക്കായി. കാരണം ഞാൻ ഈ സർജറി ചെയ്തതും എന്റെ ശരീരം കീറി മുറിച്ചതും എന്റെ പ്രതീക്ഷയും ഏതോ ഒരു ഫേക്കായ ഒരുത്തന്റെ പേരിലായിരുന്നു എന്നുള്ളത്. ഇതിപ്പോ ബ്ലസ്സി സാറോ മമ്മൂക്കയോ ഈ ന്യൂസ് വരുമ്പോഴായിരിക്കും അറിയുന്നത്. ചിലപ്പോൾ അവരാരും ഇത് അറിയുന്നുണ്ടാവില്ല. അവരാരും ഒരിക്കലും ഇങ്ങനെ ഒരു ഫേക്കിനെ പ്രൊമോട്ട് ചെയ്യില്ല. അതുപോലെ ഇത്തരം വലിയ സംവിധായകരുടെയും പ്രൊഡ്യൂസേഴ്സിന്റെയും പേരിൽ എത്രത്തോളം ഫേക്ക് കളികൾ ഒരു ഗ്യാങ് പെണ്ണുങ്ങളെ ഏത് രീതിയിലും യൂട്ടിലൈസ് ചെയ്യാനായാലും, ഇപ്പൊ എനിക്ക് പറ്റിയത് ഇതാണ്. ഇതിനേക്കാൾ ഭീകരമായിരിക്കും ഇനിയൊരു കുട്ടിക്ക്. ഈ ഗുരു എന്നറിയപ്പെടുന്ന ഒരാള്, അയാളുടെ അനീഷ് എന്നാണ് എനിക്ക് തോന്നുന്നത് അയാളുടെ പേര്, ഫേസ്ബുക്കിൽ ആ ഫോട്ടോ സെർച്ച് ചെയ്ത് നമ്പർ വെച്ച് പല ഇതും വെച്ച് ഞാൻ കണ്ടുപിടിച്ചപ്പോ. അപ്പൊ അയാൾക്കെതിരെയൊക്കെ നമ്മൾ പോയാലും ഇതൊക്കെ ചെന്നെത്തുന്നത് വലിയ ആളുകളുടെ അടുത്തായിരിക്കും. സർക്കാർ വരെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവരുടെ ആളുകളാണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യും. ഇപ്പൊ രഞ്ജിത്ത് സാർ അടക്കം ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇതിലൊക്കെ എത്രത്തോളം ന്യായം കിട്ടും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ജസ്റ്റിസ് ഹേമ പറഞ്ഞതുപോലെ വെട്ടിത്തിളങ്ങുന്നതെല്ലാം നക്ഷത്രങ്ങളല്ല. നമുക്ക് ഉപ്പ് കണ്ടാൽ പഞ്ചസാര പോലെ തോന്നും. അതെല്ലാം ശരിയെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.